ഹായ്, നമ്മളങ്ങനെ ബോംഡിലയിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. ഇനി പോകുന്നത് തവാങ്ങിലേക്കാണ്. എന്തായാലും ഇന്ന് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നില്ല. അതിന് മുമ്പായിട്ട് കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. പ്രധാനമായിട്ട് 3 സ്ഥലമുള്ളത്. ഒന്ന് സെല്ല പാസ്, അതുപോലെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്, അതുപോലെ ജാങ് വാട്ടർഫാൾ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അരുണാചൽ പ്രദേശ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ കൂടിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകം ILP വേണം. അത് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ ജില്ലയാണെന്നെല്ലാം ആ ILPയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പല സ്ഥലങ്ങളിലും ആർമീൻ്റെ ചെക്കിംഗ് ഉണ്ടാവും. അവിടെയെല്ലാം നമ്മൾ ഈ ILP കാണിക്കേണ്ടി വരും. എന്തിനാണ് ILP എന്ന് ചോദിച്ചാൽ, അരുണാചൽ പ്രദേശിൻ്റെ പല ഭാഗങ്ങളും പ്രൊട്ടക്റ്റഡ് ഏരിയാസാണ്. കൂടാതെ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യ സംസ്ഥാനമാണ്. അതിന് മുമ്പും ഒരുപാട് തവണ അരുണാചൽ പ്രദേശിൽ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ റീസണൊക്കെ കൊണ്ടായിരിക്കണം ILP നിർബന്ധമാക്കിയത്. അരുണാചൽ പ്രദേശിനെ പറ്റി നമുക്ക് വിശദമായൊരു വീഡിയോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ ഏതായാലും സെല്ല പാസിലേക്കുള്ള യാത്രയിലല്ലേ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ നടക്കാം. നമ്മൾ കാണുന്നുണ്ടല്ലോ, റോഡെല്ലാം ഒരുമാതിരി എന്താ പറയുക, ഗട്ടറാണ്. പിന്നെ സൈഡിൽ ബാരിക്കേഡൊന്നുമില്ല. താഴോട്ടൊക്കെ പോയാൽ നോക്കണ്ട ആ കാര്യം. ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ വണ്ടിയൊക്കെ നല്ല കണ്ടീഷനാണെന്ന് ഉറപ്പ് വരുത്തുക, പ്രത്യേകിച്ച് ബ്രേക്കും ടയറും. അങ്ങനെ സെല്ല പാസ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്നോ കിട്ടി കേട്ടോ. ഞാൻ ആദ്യമായിട്ട് സ്നോ കണ്ടതിൻ്റെ ഒരു ത്രില്ലിലാണ് ഉള്ളത്. പിന്നെ നമുക്ക് സൈഡിലോട്ടൊക്കെ നോക്കിയാൽ ഫുള്ള് പാറയാണ്. നമ്മൾ കയറി വന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. അങ്ങ് താഴെ നിന്ന് നമ്മളിങ്ങനെ ഫുള്ള് ഹെയർ പിന്ന് വളവാണ് കേട്ടോ. ഹെയർ പിന്ന് വളം എടുത്ത് വേണം വരാൻ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക, സെൽഫി എടുക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ. ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ് സിനിമയിൽ ജയറാം തിരിച്ചു വന്ന പോലെ ഒന്നും വരാൻ പറ്റില്ല. ഒരു പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. എന്നിട്ട് വേണ്ടേ ബോഡി ഇട്ടേ. അങ്ങനെ പിന്നെ യാത്ര തുടർന്നു. പിന്നെ ഹൈ ആറ്റിറ്റ്യൂഡിലേക്ക് എത്തുന്തോറും 2 സൈഡിലും മഞ്ഞ് വീണ് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേ പൈൻ ട്രീസും ഉണ്ട്. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എപ്പോൾ എത്തുന്നൊന്നൊരു പിടിയില്ല. അവസാനം ഒരു 2 മണിക്ക് ശേഷം നമ്മൾ സെല്ല പാസിലേക്ക് എൻ്റർ ചെയ്യണം കേട്ടോ. ഇവിടെ മുതലാണ് നമ്മൾ തവാങ് ഡിസ്ട്രിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് തവാങ്ങിൻ്റെ എൻട്രൻസ് നമുക്ക് പറയാം. ഏകദേശം 38 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു തവാങ്ങിൽ നിന്ന്. അതുപോലെ ചൈനയിൽ നിന്ന് 40 സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്. അതായത് ബോർഡർ ഏരിയ ആണിത്. ഇവിടെ നമുക്ക് വെൽക്കം ടു തവാങ് എന്ന് പറഞ്ഞിട്ടൊരു ഗേറ്റൊക്കെ കാണാൻ പറ്റും. ഉള്ളിലേക്ക് പോയി നോക്കാം എന്താ അവിടെ ഉള്ളതെന്ന്. ഇപ്പോൾ സ്നോയൊക്കെ കൂടുതൽ കാണാം. റോഡിൻ്റെ 2 സൈഡിലും സ്നോ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ സെല്ല പാസിൽ നമുക്ക് കുറേ ടൂറിസ്റ്റുകളെ കാണാൻ പറ്റും. ആസാം, ബീഹാർ, ബംഗാൾ, കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആർമീൻ്റെ ഒരു പ്രധാന സ്ഥലമാണ് കേട്ടോ സെല്ല പാസ്. കുറച്ച് സെക്യൂരിറ്റി റീസൺസിൻ്റെ ഭാഗമായിട്ട് നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഈ ലേക്ക് കഴിഞ്ഞ മാസം ഐസായിരുന്നു. ഇപ്പോൾ ഐസൊന്നുമല്ല, എന്നാലും സൈഡിലൊക്കെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും ഇല്ല ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നിറച്ചും ടൂറിസ്റ്റായിരുന്നു. ഉച്ച സമയമായിട്ട് പോലും ഇവിടെ അത്ര വെളിച്ചമില്ല കേട്ടോ. നല്ല ക്ലൗഡി അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, വെളിച്ചമൊന്നും കാണുന്നില്ല. ഏകദേശം 14,000 അടി ഉയരത്തിലാട്ടോ നമ്മൾ ഈ സെല്ല പാസ് ഉള്ളത്. നല്ല കാറ്റൊക്കെ ഉണ്ട്. സ്വെറ്ററൊക്കെ ഇട്ടിട്ട് വേണം എല്ലാവരും വരാൻ. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും സെൽഫിയും വീഡിയോയിലും എടുത്തു. നമുക്ക് വേഗം തന്നെ യാത്ര തുടരേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ 2 സ്ഥലം കൂടി കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ മലയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഫുള്ളും മഞ്ഞൊക്കെ വീണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ.
ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പോഴത്തെ മലയിലാണെങ്കിലും മഞ്ഞൊന്നും വീണിട്ടില്ല, ഈ മലയിൽ മാത്രം മഞ്ഞ് വീണിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനായ ജശ്വന്ത്ഗർ വാർ മെമ്മോറിയലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാൻ പറ്റും. ജശ്വന്ത് സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഒറ്റയ്ക്ക് ചൈന ആർമിയെ 3 ദിവസം പ്രതിരോധിച്ച് വീരമൃത്യു വരിച്ച പട്ടാളക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഈ വാർ മെമ്മോറിയൽ പണിതിട്ടുള്ളത്. വെറും 22 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ധീരതയ്ക്ക് രാജ്യം അദ്ദേഹത്തിന് മഹാവീർ ചക്ര കൊടുത്ത് അനുമോദിച്ചു. ഇവിടെ നമുക്ക് ഒരുപാട് ആർമിക്കാരെ കാണാൻ പറ്റും കേട്ടോ. ഏതായാലും നമുക്ക് മെമ്മോറിയലിൻ്റെ ഉള്ളിൽ പോയിട്ടൊന്ന് നോക്കാം. ജശ്വന്ത് സിംഗിൻ്റെ ഫോട്ടോയും അതുപോലെ ഹിസ്റ്ററിയൊക്കെ കാണാൻ പറ്റും. ഇവിടെ ചൂടുവെള്ളവും ചായയൊക്കെ ഫ്രീ ആണ് കേട്ടോ. ആസ് എ മലയാളി നമ്മളെല്ലാവരും എവിടെയെങ്കിലും ഫ്രീ കിട്ടുന്നത് കണ്ടാൽ പോയി നോക്കാതിരിക്കുമല്ലോ. അങ്ങനെ ഞാനും പോയി ഒരു ഗ്ലാസ് ചായ കുടിച്ചു. കൂടെ വന്നവരൊക്കെ അവിടെ വന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ട്. ഞാൻ ഏതായാലും മെമ്മോറിയലിന് പുറത്ത് എന്താണുള്ളതെന്ന് ആദ്യം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ആ കാഴ്ചയും കാണാം. ചുറ്റിനും നമുക്ക് മലകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. താഴെ ഒരുപാട് ആർമിക്കാരെ കാണാം. അതായത് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്, ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. അതുപോലെ താഴെ ജശ്വന്ത്ഗറിൻ്റെ പേരിലൊരു ക്യാൻറ്റീനും ഉണ്ട്, കഫറ്റേരിയ ഉണ്ട്. പിന്നെ ചുറ്റിനും ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അകത്ത് നമ്മൾ കയറി. അകത്ത് കയറുന്നതിനും കാണുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പിന്നെ ഹിസ്റ്ററിയൊക്കെ ഉണ്ട് അവിടെ. ജശ്വന്ത് സിംഗിൻ്റെ പേരിലുള്ള ആ കഫറ്റേരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇന്ത്യൻ ആർമീൻ്റെ ഒരുപാട് പ്രൊഡക്ട്സൊക്കെ നമുക്ക് കിട്ടും കേട്ടോ, വാങ്ങാൻ കിട്ടും. നല്ല സെറ്ററും ബൂട്ട്സൊക്കെ ഉണ്ട്. അതിലിവിടെ വേറൊരു ഏരിയ ഉണ്ട്, നമ്മൾ കാപ്പി കുടിക്കാൻ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല വ്യൂ ആണ്. ഇവിടെ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല തണുപ്പടിച്ച് പനി പിടിച്ച് ചായ കുടിക്കാം. ഇനി നമ്മുടെ അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ അവസാന ഡെസ്റ്റിനേഷനായ ജാങ് വാട്ടർഫാൾസിലേക്കാണ്. ദൂരെ നിന്ന് കുറച്ച് കാണുന്നുണ്ട് വാട്ടർഫാൾസ്. ഏകദേശം 100 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് കേട്ടോ വെള്ളം വീഴുന്നത്. ഇതിൽ അടുത്ത് പോയിട്ട് നമുക്ക് കാണാം. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഇത് നല്ലൊരു ഫേമസ് ആയ സ്ഥലമാണ് നമ്മൾ തവാങ്ങിലെ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം എന്തായിട്ടും കാണുക, വിസിറ്റ് ചെയ്യുക, ആസ്വദിക്കുക. ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്, 40 രൂപ. ഇനി നമുക്ക് വാട്ടർഫാൾ കാണാൻ പോവാം. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് സ്റ്റെപ്സ് ഇറങ്ങി വേണം വാട്ടർഫാൾ കാണാൻ പോകാൻ. എന്തായാലും അടുത്തുനിന്നുള്ള വിഷ്വൽസ് കാണാം. നമ്മളങ്ങനെ അവസാനമായിട്ട് ജാങ് വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. ഒരാൾ അടുത്ത് നിന്നിട്ട് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ വാട്ടർഫാൾസിന്, കാണുന്ന പോലെയല്ല. അടുത്ത് പോയിട്ട് നമുക്കൊരു വീഡിയോ എടുത്ത് നോക്കാം. കുറച്ചും കൂടി അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അടുത്ത് പോകുന്നതോറും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, ഈർപ്പവും ഇതിനടിച്ച് നല്ല വെള്ളം തെറിക്കുന്നുണ്ട്. എൻ്റെ ഒരു കൊളീഗാണ് കേട്ടോ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്, വെള്ളത്തിൻ്റെ അടുത്ത് നിന്നിട്ട്. പുള്ളിയുടെ ഡ്രസ്സൊക്കെ നനഞ്ഞ് കുളമായിട്ടുണ്ടാവും. ഏതായാലും അവസാനമായിട്ട് വെള്ളത്തിലൊന്ന് കൈമുക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. നല്ല തണുപ്പ് കിട്ടിയാൽ, നല്ല തണുപ്പ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും കുളിക്കുന്നൊന്നും കാണാൻ പറ്റാത്ത. നമ്മളിവിടെ ശരിക്കും തവാങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ.
തന്നെ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. ഇനി ഒരുപാട് കാഴ്ചകൾ കാണാൻ ബാക്കിയുണ്ട്. നമുക്ക് തവാങ് പോയിട്ട് അവിടുത്തെ ബുദ്ധ പാർക്കും മൊണാസ്ട്രിയൊക്കെ കാണാം. വരും എപ്പിസോഡിൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും.